അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് 16 ഫെബ്രുവരി സൺഡേ നമ്മുടെ സൗത്ത് ആംപ്ടണിൽ നമ്മുടെ വിധുപ്രതാപും ജോൾസിനെയും ഒരു മ്യൂസിക് പ്രോഗ്രാമുമായിട്ട് വരുന്നുണ്ട്, പ്രണയനില. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ്. ഇത് പഴയ എൻ്റെ ഒരു ചുരിദാറായിരുന്നു. അപ്പം O2 ഗിൽഡ് ഹാളിലാണ് ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നത്. കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി എല്ലാവരുടെയും കൂടെ ചേർന്നുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഒരു കുടുംബം പോലെ നമ്മളങ്ങ് മുമ്പോട്ട് പോകും. എല്ലാവർക്കും സുഖമല്ലേ? ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ, ഒരു നിവൃത്തിയില്ല. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അല്ലേടാ വിറയ്ക്കും നമ്മള്. അപ്പോൾ സംഗതികളൊക്കെ പെട്ടെന്ന് നല്ല സ്പീഡായിട്ട് തരും, കുഴപ്പമൊന്നുമില്ല. അപ്പോ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അതായത് ഈ പരിപാടിയുടെ ഉദ്ദേശം എന്താണെന്നറിയുമോ? ഇല്ല, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, ഇതാണ് ഈ പരിപാടി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പേടിക്കേണ്ട, വേറെ നല്ല പാട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോ ഇതിനകത്ത് ഈ പാട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഈ പാട്ടാണല്ലേ ഇത് എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ട്. അത് നമ്മൾ എല്ലാവരും കൂടെ നിങ്ങൾ ഇരുന്ന് ചെയ്താൽ മതി. റെഡിയാണോ? ഈ തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ അല്ലേ? ഡോണ്ട് ബി പണയം വസ്തുക്കൾ. നിങ്ങൾ പണയം വെച്ച പോലെ ഇരിക്കല്ലേ. എല്ലാവരും ഒന്ന് കൈയടിച്ച്, എല്ലാവരും കൈയടിച്ച്. ചൂടാവട്ടെ, ദേഹത്തൊന്ന് ചൂടാവട്ടെ. അപ്പൊ ആ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ട്, അത് നമ്മൾ എല്ലാവരും കൂടെ ചെയ്യുന്നു. ഞാൻ എവിടെ ചെയ്യുന്നു അവിടെ ഒക്കെ ചെയ്യണം. റെഡി? റെഡിയല്ലേ? ഒരു പിളക്കം പൊട്ടുന്ന പോലെ കൈയടി എന്ന് കേക്കട്ടെ. റെഡി? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള സിംഗറാണ്. നല്ലൊരു സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ കറുപ്പിനഴക് എന്ന ഗാനവുമായി മലയാളി ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ ജോത്സ്ന പിന്നീട് അങ്ങോട്ട് ജനഹൃദയങ്ങളെ എടുത്ത ഒരുപിടി നല്ല ഗാനങ്ങളെ
ലൈക്ക് ഫാമിലി എന്ന് പറയുന്ന പോലെ ഒരാളോടൊപ്പം സ്റ്റേജ് പങ്കിടുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് വാട്ട് ആൻ ഓണർ ടു സിംഗ് വിത്ത് ദീസ് ഇൻക്രെഡിബിൾ ലൈനപ്പ് ഓഫ് മ്യൂസിഷ്യൻസ് ടുനൈറ്റ്. ഇറ്റ്സ് വിധു പ്രതാപിലെ മ്യൂസിഷ്യൻസ്. സോ ഗ്ലാഡ് ടു ബി ഹിയർ. പിന്നെ സൗത്താംപ്ടൺ സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന് കാണണം എന്ന് ആഗ്രഹമുള്ള സ്ഥലമാണ്, ആയിരുന്നു കുറെ കാലമായിട്ട്. അതെന്തായാലും ഇന്നിപ്പോൾ നടന്നു. സ്ഥലം ചുറ്റി കാണാൻ പറ്റിയില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഐ ഗോട്ട് ടു ബി ഹിയർ. അതിലൊരു സന്തോഷമുണ്ട്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്കും ഞങ്ങളെ കാണാൻ ഒരു സന്തോഷം ഉണ്ടെന്ന് വിചാരിക്കണം. Are you all having a good time? Awesome. Okay, that's what I did. Thank you so much. അപ്പൊ അടുത്ത പാട്ട് എന്ന് പറയുന്നത് നമ്മളുടെ രണ്ടുപേരുടെയും മ്യൂസിക്കൽ കരിയറിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബ്രേക്ക് കിട്ടിയ ഒരു സോങ് ആണ് നമ്മളടുത്ത് പാടാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലേക്കാണ് നമ്മുടെ ലൈഫ് തന്നെ മാറ്റി മറിച്ച പാട്ടാണ്. പൂഞ്ചിറകിൽ പറന്നുയരാ അപ്പൊ എവിടെയൊക്കെ അഴകുണ്ടോ അവിടെയൊക്കെ അങ്ങ് എടുത്തേക്കുക. റെഡിയല്ലേ? ഒരു കൈ ഇടിയെന്ന കേക്കട്ടെ. എന്ത് സുഖമായി കാറ്റ് എന്ത് സുഖമായി കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്ത് രസമായി സന്ധ്യ
പക്ഷെ നിങ്ങളെല്ലാവരും തറവാടികളാണെന്ന് എനിക്കറിയാം, അതൊന്നും നിങ്ങൾ ചെയ്യില്ല. തുടങ്ങിക്കോ, മനസ്സ് മാറുന്നതിന് മുമ്പ് തുടങ്ങിക്കോ. ശംഭോ കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. എല്ലാവരും കൈയ്യൊന്ന് പൊക്കി പാടി ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഭർത്താവുണ്ടോ അടുത്തത്? ആണ്ട തലക്കൂടെ തുണിക്കിട്ട് വരുന്നത്. ചേട്ടാ ചേട്ടാ പറ ചേട്ടാ, എന്താ സ്നേഹത്തോടെ എന്താ ചേട്ടൻ വിളിക്കാൻ? സ്നേഹത്തോടെ വൈഫിനെ സ്നേഹത്തോടെ ഡാർലിംഗ് വിളിക്കാം. അത് കുറച്ച് കൂടി പോയി അല്ലേ? മലയാളം വാക്ക് വിളിക്കും, മലയാളം വാക്ക് ഡാർലിംഗ് വേണ്ട, കരളേ കരളേ കരളേ. എന്താ തിരിച്ച് വിളിക്കാറ്? തിരിച്ചെന്താ വിളിക്കാറ്? ഹൃദയമെന്നൊന്നും വിളിക്കാറില്ലേ? എന്റെ എല്ലാം 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 അല്ലേ എന്ന് പറയാറുണ്ടല്ലോ. എന്റെ കാലിലെ കാണാപാദസരം ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. രാധാകൃഷ്ണനല്ലേ ഞാൻ? എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേർത്ത ചെമ്പഴല്ലേ, നിന്റെ കാലിനെ കാണാപാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. താങ്ക് യു താങ്ക് യു. അപ്പോ ഇവരെവിടെ നിർത്തുന്നോ അവിടെ നിങ്ങൾ പാടണം. അടുത്ത താളം കോട്ടയുടെ സാർ വച്ചോളൂ. കലക്കി കലക്കി സൂപ്പർ കറക്റ്റ് താളത്തിൽ പാടിയിരുന്നു. അപ്പൊ അടുത്തത് ചോദിച്ചോ. ഇത് അതുപോലെ തന്നെയല്ലേ സ്റ്റാർട്ടിങ് അല്ലേ? എടുക്കാം.
ഇവരൊന്ന് നട്ടം കറങ്ങിയത് പോലെ ആൻസർ പറയാൻ നട്ടം കറങ്ങരുത്. ആദ്യം പരിചയപ്പെടുത്തണം, പേര്, എവിടെ നിന്ന് വരുന്നു, പിന്നെ സിനിമയുടെ പേര്. ഓക്കെ? ഹലോ, എൻ്റെ പേര് മനു. ഞാൻ ബേസിക് സ്റ്റോക്കിലാണ് വരുന്നത്. മൂവിയുടെ പേര് ചന്ദ്രനദിക്കുന്ന ദിക്കിൽ. പാട്ട് നിന്ന് എത്തി. അപ്പോ 5 മിനിറ്റ് സമയം വേണോ ചെറുത്ത് മാറ്റാൻ? ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ആദ്യം പരിചയപ്പെടുത്തുക, ഇവിടെ വരുന്നു എന്ന് പറയുക, സിനിമയുടെ പേര്. ഓക്കെ? ഹായ്, എൻ്റെ പേര് അശ്വതി ശിവൻ. ഐ കം ഫ്രം ന്യൂട്ടൺ. ഫിലിമിൻ്റെ പേര് തെങ്കാശിപട്ടണം. അത് ഞാൻ കാര്യം പറയട്ടെ, ഏറ്റവും ബാക്കിലുള്ളവരാണ് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് കൈവക്കുന്നത്. അവിടെ ഇരിക്കുന്ന റെഡ് ഒരു കളർ രണ്ടാമതാണ് ചേട്ടൻ രണ്ടാമത് കൈ പൊക്കി. പക്ഷെ അവിടുന്ന് ആദ്യം കൈ പൊക്കി. അതാണ് കണ്ടതാ? അല്ല,
അതോ അവിടെ ബാക്കിൽ. ഇനി പോരെ, പോരട്ടെ പോരട്ടെ. കൈയടിയോട് കൂടി കുറച്ച് നാണമുണ്ടെന്ന് തോന്നുന്നു. ആ കൈയടിയോട് കൂടി നമുക്ക് ആ നാണം മാറ്റാം. ഹലോ, ആദ്യം പരിചയപ്പെടുത്തുക സിനിമയുടെ പേര്. റെഡി? ഹായ്, ഞാൻ അഞ്ജു, ദേമത്തു നിന്നാണ് വരുന്നത്. ക്ലാസ്മേറ്റ്സ്. അത്രയൊന്ന് വേണ്ടെന്ന് വെച്ചാൽ വായെന്നറിയാതെ വന്നു വേണ്ട. പറഞ്ഞേ പറഞ്ഞേ. ഓക്കെ, പേര് അഞ്ജു. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ആദ്യം കൈ ബുക്ക് ചെയ്യൂ? ഇല്ല, അങ്ങനെ ബാക്കിൽ 10 കൈ പൊക്കിയതിനു ശേഷം ചേട്ടൻ കൈ ബുക്ക് ചെയ്യും. ആണോ? പിന്നെ വേറൊരു ചില സ്ഥലങ്ങളിൽ ഒരു നമ്പർ ഉണ്ട്, കൈ പൊക്കിയിട്ട് ഇപ്പുറത്ത് ചോദിക്കും എന്താ. അപ്പോ റെഡി ആയിട്ട് നിന്നോ കേട്ടോ, സിമ്പിൾ ആണ്. റെഡി 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 അല്ലേ? റെഡിയല്ലേ? നിങ്ങൾ ഗവനിക്കുന്നില്ല എന്നൊരിതൊന്നുമില്ലല്ലോ, നിങ്ങൾ നോക്കുന്നില്ല. എല്ലാ ആവശ്യവും ഞാൻ ചോദിച്ചു വാങ്ങിച്ചത്. ഇനി ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം. റെഡി? കൈ പൊക്കിയിലേക്ക് റെഡി? ഉത്തരം അറിയാലല്ലേ? ഉറപ്പല്ലേ? ആ നടത്തമൊക്കെ താളത്തിലൊക്കെ നടന്നു വന്നു. ഇവിടെ ഉത്തരം തെറ്റിക്കരുത്. റെഡിയല്ലേ? പരിചയപ്പെടുത്തുക സിനിമയുടെ പേര്. എൻ്റെ പേര് ജിബിൻ. സിനിമയുടെ ഒരു സാധാരണ സമയം. സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് വായിക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഞാൻ തുടങ്ങാം. നിങ്ങളാരും കേരളത്തിൽ നല്ല വന്നേ. ഒന്നുകൂടെ എന്താ ഇമോഷണൽ, ഒന്നുകൂടെ വായിച്ചാലും നിങ്ങൾ ഇതേ കൈവക്കുള്ളൂ. ആ നടുക്കിരിക്കുന്ന ചുവന്ന ടീഷർട്ട് ഇട്ട ചേട്ടൻ പോരട്ടെ പോരട്ടെ പോരട്ടെ. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? അങ്ങനെ പോരും, അങ്ങനെ പോരും. അറിയാം. ചേട്ടാ അങ്ങനെ തന്നെ പോരും, അങ്ങനെ തന്നെ പോരും. ഉത്തരം അറിയാമെന്ന് മനസ്സിലായി. ഇനി പരിചയപ്പെടുത്തുക അതേപോലെ തന്നെ ലാലേട്ടൻ്റെ അതേ സൗണ്ടിൽ തന്നെ പറയുന്നു. ഞാൻ റെഡ് ഫിലിമാണ്. എൻ്റെ പേര് ടോസ്. നമ്മുടെ ലാലേട്ടൻ്റെ 6ാം തമ്പുരാൻ.
ആ തൂണൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ പാടില്ല, സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കണം. On the keys, ഹരിശങ്കർ. അടുത്തയാള് അധികം സംസാരിക്കാറില്ല, പക്ഷെ കൈ ഗിറ്റാറിൽ തൊട്ടാൽ മാന്ത്രിക സ്പർശമാണ്. On the guitar, ജെവിൻ ജോസ്. നമ്മുടെ ബാൻഡിന്റെ നെഞ്ചിടിപ്പ് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ തുള്ളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നമ്മുടെ ബാൻഡിന്റെ നെഞ്ചിടിപ്പ്. ഓൺ ദി ഡ്രംസ് അഖിൽ. നീ എല്ലാവരും നിന്ന് കാണട്ടെ, കൂട്ടിനകത്തിട്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയില്ല. നല്ലൊരു കൈയടി കൊടുത്തവരെ ബാക്കിയുള്ളവരെല്ലാവരെയും കാണാൻ പറ്റും. കൈയടിക്കണം.
കണ്ടോ ഒരു യുദ്ധത്തിന് നിൽക്കുന്നത് പോലെ നിൽക്കും. അതായത് കംപ്ലീറ്റ് കുറെ സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ നിരത്തി ഇങ്ങനെ ജൈത്ര യാത്രയിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ബാൻഡിന്റെ ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ഓൺ ദ പെർക്കഷൻ ഹരികൃഷ്ണൻ സന്ദേശ്. അടുത്തയാൾക്ക് എവിടെ പോയാലും അവന് കുറച്ച് ഫാൻസ് കൂടുതലാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല. അതായത് നമ്മൾ പറയില്ലേ ചെറിയൊരു കുഞ്ഞൊരു പീസ് വായിച്ചിട്ട് നമ്മുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി നമ്മുടെ തലയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും. പക്ഷെ ഫ്ലൂട്ട് വായിക്കാൻ വേണ്ടി മാത്രമേ വാ തുറക്കാവൂ. സംസാരിക്കാൻ നിങ്ങൾ ആരും പറയരുത്. എന്റെ ശക്കര ജോത്സ്ന നല്ലൊരു കൈഡി കൊടുത്തേ. താങ്ക് യു സോ മച്ച്. നമ്മൾ വിളിക്കുമ്പോ ഇനിയും പറഞ്ഞു കേട്ടോ. അത്രേ ഉള്ളൂ. എപ്പോ വേണോ കയറി വരാം കേട്ടോ. പോട്ടെ, ഇവിടെ നിന്നാ മതി. അപ്പൊ നമുക്ക് ജോലി എല്ലാം ആണോ അവസാനം തേക്കരുത്. അവസാനം രാവിലെ കാണുമ്പോ ചോദിക്കരുത്. ഇല്ലല്ലേ അതെ അല്ലേ, ശരി. അപ്പൊ ഓക്കെ. ഇത്രയും നല്ല രീതിയിൽ നമുക്ക് നമ്മൾ പാടുന്നതും ഇവർ വായിക്കുന്നതും ഒക്കെ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിച്ച നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ശ്രീനാഥ് തിരിഞ്ഞുണ്ട്. നമ്മുടെ ലൈറ്റ് എഞ്ചിനീയർ സോജൻ ചേട്ടൻ. വർണ്ണചിത്രങ്ങളാൽ നിങ്ങളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോയ നമ്മുടെ വിജയ ധനസാൻ ബാക്കിയുണ്ട്. പിന്നെ നമ്മുടെ മാനേജേഴ്സ് വിപിൻ, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ഈ ബാൻഡ് ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ. ഇപ്പൊ ശിവമാര് വിളിക്കുന്നത് ബാൻഡിന്റെ മത്തായിച്ചൻ എന്നാണ്. എന്റെ ഭാര്യ ദീപ്തി അവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. താങ്ക് യു ദീപ്തി, താങ്ക് യു സോ മച്ച്. അപ്പോ ഒരുപാട് ഇക്കരയെത്തും ഇത് ആസ് യൂഷ്വൽ നമ്മൾ എന്താ സൂപ്പർ 4 അതിൽ നമുക്ക് റിമിറ്റോമിയും വിധുപ്രതാപും ജോൾസിനെയും നമ്മുടെ സിത്താരയുടെയൊക്കെ തഗ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷോ വിധുപ്രതാപിൻ്റെ സ്വന്തം ഷോ തന്നെയാണ്. അടിപൊളിയായിരുന്നു, ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിരുന്നു, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. പാട്ടുകൾ നമ്മൾ ടി വിയിൽ കേൾക്കുന്നതിനേക്കാളും സൂപ്പറായിരുന്നു. എൻ്റെ മോനാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ വിധുപ്രതാപിനെ സെർച്ച് ചെയ്ത് വിധുപ്രതാപിൻ്റെ ഓരോ മ്യൂസിക്കും കേട്ടു. അതുപോലെ അതവന് ഇംഗ്ലീഷിൽ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആകെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയത്, നമുക്കവിടെ ഫുഡ് ഒന്നും അകത്തില്ലായിരുന്നു ഹാളിൽ. ഒട്ടിക്കിൽഡ് ഹോള് സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ട് ലിക്വിഡ്സൊക്കെ അവർ ഡിസ്കാർഡ് ചെയ്തു. അപ്പോൾ അവിടെ ആകെ കൊടുത്തിരുന്നത് ആൽക്കഹോളായിരുന്നു. ആ ആൽക്കഹോൾ കഴിച്ച് നമ്മുടെ മലയാള ചേട്ടന്മാരുടെ കാര്യം നമുക്കറിയാമല്ലോ. കള്ള് കണ്ടാൽ പിന്നെ പരിസര ബോധമില്ല. ഒരു ഫാമിലികൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ ഈ മ്യൂസീഷ്യൻസ് ഇവിടെ വന്ന് അവരോട് നന്നായിട്ട് പെരുമാറണം എന്നുള്ള ആ ഒരു കോമൺ സെൻസും ഒരു ആതിഥേയ മര്യാദയും ഇല്ലാതെ കുറച്ച് മിസ്ബിഹേവ് ചെയ്തു. അതുകൊണ്ട് ഒരു സ്വല്പ നേരത്തിന് പ്രോഗ്രാം ഒന്ന് സ്റ്റോപ്പായി. അത് നമുക്കെല്ലാവർക്കും നാണക്കേടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയൊന്നും ആൾക്കാർ ഇനിയെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കോപ്പിറൈറ്റ് കിട്ടിയില്ലെങ്കിൽ മൊത്തം ഇതായിട്ട് കേൾപ്പിക്കും കേട്ടോ. ബൈ.